ഭഗവാൻ മഹാവിഷ്ണുവിന് എണ്ണമറ്റ ഭക്തരുണ്ടെങ്കിലും മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അതുപോലെ മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തൻ മഹാദേവനും. ഈ പരസ്പര ഭക്തിയുടെ ആഴം നമ്മെ അതിശയിപ്പിക്കാറുണ്ട്. ഇതിന് ഉദാഹരണമായി ലിംഗപുരാണത്തിൽ നിന്നുള്ള ഒരു കഥ പറയാം. ഒരിക്കൽ മഹാവിഷ്ണു 1000 താമരപ്പൂക്കൾ കൊണ്ട് ശിവനെ ആരാധിക്കാൻ തീരുമാനിച്ചു. പൂക്കൾ സമർപ്പിക്കുന്നതിനിടെ ഒരു പൂവ് കുറഞ്ഞുപോയപ്പോൾ തന്റെ കണ്ണുകളിലൊന്ന് മഹാദേവന് സമർപ്പിക്കാൻ വിഷ്ണു ഭഗവാൻ തയ്യാറായി. വിഷ്ണു ഭഗവാന്റെ ഈ അചഞ്ചലമായ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് അനുഗ്രഹം നൽകി. അതോടൊപ്പം സുദർശന ചക്രവും നഷ്ടപ്പെട്ട കണ്ണും മഹാവിഷ്ണുവിന് തിരികെ നൽകി. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ചപ്പോഴെല്ലാം മഹാദേവനും ഏതെങ്കിലും രൂപത്തിൽ മഹാവിഷ്ണുവിനെ സഹായിക്കാൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് അവരുടെ വേർപെടുത്താൻ കഴിയാത്ത ബന്ധത്തിന് അടിവരയിടുന്നു. മഹാദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, താനും ഭഗവാൻ വിഷ്ണുവും രണ്ടല്ല ഒന്നാണെന്നാണ്. ഈ വാക്യം ഹരിഹര സങ്കല്പത്തിന്റെ പൊരുൾ വ്യക്തമാക്കുന്നു. അവരുടെ ഭക്തിയുടെയും ഐക്യത്തിന്റെയും ആഴം ഇത് എത്രത്തോളമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഹരിഹര അവതാരത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഈ ഉദാഹരണങ്ങളെല്ലാം മഹാദേവനും മഹാവിഷ്ണുവും തമ്മിലുള്ള സമാനതകളില്ലാത്ത ഭക്തിയും സ്നേഹവും വ്യക്തമാക്കുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെയും മഹാദേവന്റെയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമോ നാരായണായ. ഹർ ഹർ മഹാദേവ്.